നമസ്കാരം. അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് അസൂയയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അസൂയ നല്ലതാണോ അല്ലയോ, അസൂയ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ പറയാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അസൂയ അല്ലെങ്കിൽ ജലസി അല്ലെങ്കിൽ കുശുമ്പ് എന്നൊക്കെ പറയുന്നത് ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഇമോഷനാണ്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഇമോഷനാണ്. അപ്പോൾ അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അത് എല്ലാവർക്കും വേണ്ട, നെസസറി ആയിട്ടുള്ള ഒരു സാധാരണ മനുഷ്യന്, ഒരു സന്യാസി അല്ലാത്ത ഒരു സാധാരണ ജീവിതം നയിക്കുന്ന എല്ലാവർക്കും വേണ്ട ഒരു വികാരം തന്നെയാണ് ഈ ജലസി എന്ന് പറയുന്നത്. അതില്ല എന്ന് പറയുന്നവർക്ക് പോലും എന്തെങ്കിലുമൊക്കെ തരത്തിൽ അത് എന്തെങ്കിലുമൊക്കെ രൂപത്തിൽ അത് ഉണ്ടാവും എന്നാണ് സൈക്കോളജിസ്റ്റുമാർ പറയുന്നത്. അപ്പോൾ ഇത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഇത് വളരെ നെസസറി ആയിട്ടുള്ള ഒരു ഇമോഷനാണെന്ന് തന്നെയാണ് പറയുന്നത്. എല്ലാ റിലേഷൻഷിപ്പിലും കുറച്ച് പോസസീവ്നെസ് ഒക്കെ നമുക്ക് വേണം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. വലിയ വലിയ ആളുകൾ പറയുന്നൊരു കാര്യമാണിത്, ഞാൻ പറയുന്നൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഈ ജലസി കുറച്ചൊക്കെ നല്ലതാണ്, കുറച്ചൊക്കെ റിലേഷൻഷിപ്സ് പ്രിസേർവ് ചെയ്യാൻ നല്ലതാണ്. ഇപ്പം നമുക്ക് നമ്മുടെ പാർട്ട്ണറിനോട് കുറച്ച് പോസസീവ്നെസ് ഒക്കെ തോന്നുക, അതൊക്കെ എല്ലാവർക്കും തോന്നുന്നൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കുശുമ്പൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലതാണ് നല്ലൊരു റിലേഷൻഷിപ്പിൽ. അത് വേറൊരു ഭയങ്കരമായ നെഗറ്റീവായിട്ടുള്ള ഒരു ഇതിലേക്ക് പോവാതെ അത് നല്ലൊരു രീതിയിൽ നമ്മുടെ ഒരു ബൗണ്ടറിയുടെ ഉള്ളിൽ പിടിച്ചു നിർത്തുന്നത് വളരെ നല്ലത് തന്നെയാണ്. ഒരു റിലേഷൻഷിപ്പിലൊക്കെ അത് നല്ലതൊരു കാര്യം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യമുണ്ട് ജലസിക്ക്, അതിൻ്റെ ഒരു പോസിറ്റീവ് വശം ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് ഈ കുശുമ്പും അസൂയൊക്കെ നിങ്ങൾക്ക് ഒരാളോട് തോന്നുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു നിങ്ങൾക്ക് തോന്നുക, അയാൾക്ക് എപ്പോഴും എന്താ നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുന്നു, അവിടെ എപ്പോഴും നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ എപ്പോഴും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് വശം എന്താണെന്നറിയോ, നിങ്ങൾ അയാളുടെ പോസിറ്റീവുകൾ കാണുകയാണ് എന്നുള്ളത് അതിൻ്റെ ഒരു പോസിറ്റീവ് വശമല്ലേ. അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള അയാളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നത് നിങ്ങളുടെ പോസിറ്റീവാണെന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഒരാളോട് ഭയങ്കര അസൂയാണ്, അയാളെപ്പോലെ എനിക്ക് നല്ലൊരു ജോലി കിട്ടണം, അയാളുടെ പോലെ നല്ലൊരു കാർ എടുക്കണം, അയാളെപ്പോലെ നല്ലൊരു ലൈഫ് ജീവിക്കണം എന്നൊക്കെ നമ്മൾ വിചാരിച്ച് അയാളിലേക്ക് എത്താൻ, ഇപ്പോൾ ഒരു ബിൽ ഗേറ്റ്സിനോട് നിങ്ങൾക്ക് അസൂയ തോന്നുകയാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ബിൽ ഗേറ്റ്സിനെ പോലെ ആവണം എന്ന് വിചാരിച്ച് നിങ്ങൾ ത്രൈവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, നിങ്ങൾ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് വിചാരിക്കുക. ആ അസൂയ നല്ലതല്ലേ. നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെൻറ്റിന്, കരിയർ ഡെവലപ്മെൻറ്റിന്, നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിനും അത് നല്ലതാണെങ്കിൽ, അത് ഉതകുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ. അപ്പോൾ അസൂയയ്ക്ക് കുറച്ച് നല്ല വശങ്ങളും ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. പക്ഷേ അസൂയ ആളുകളുടെ ജീവൻ എടുക്കുന്ന അത്രയും ഡേഞ്ചറസ് ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അസൂയയെ കുറച്ച് കൺട്രോളിലൊക്കെ നിർത്തിക്കോളൂ കേട്ടോ. പിന്നെ മക്കളുടെ കാര്യത്തിൽ, മക്കൾക്ക് എൻ്റെ അപ്പുറത്തെ വീട്ടിലെ നാത്തൂൻ്റെ മക്കളെക്കാളും മാർക്ക് കുറവാണ്, അവനെപ്പോഴും നിന്നേക്കാളും മാർക്ക് കൂടുതലാണല്ലോ എന്നുള്ള അസൂയകളും വേണ്ട. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ദയവ് ചെയ്ത് അവരെ വെറുതെ വിടുക. നിങ്ങൾ നിങ്ങളുടെ അസൂയയും കുശുമ്പൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചോളൂ. കുട്ടികളെ അങ്ങനെ ആക്കിയെടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അങ്ങനെ നമ്മുടെ മക്കളെ ഇങ്ങനെ കമ്പയർ ചെയ്ത് നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അസൂയപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വെറുതെ ആവശ്യമില്ലാത്തൊരു സ്ട്രെസ്സും പ്രഷറും കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആസ് എ പാരൻറ്റിങ് കോച്ച് ഞാൻ പറയും, കുട്ടികളുടെ അടുത്ത് ഈ അസൂയയായിട്ട് നിങ്ങൾ പോകണ്ട. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ അസൂയൊക്കെ ഇട്ട് കൊണ്ടു നടന്നോ, നിങ്ങൾക്കതും കൊണ്ട് മെച്ചം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ അസൂയ എല്ലാവർക്കും ആവശ്യമായ ഒന്നാണ്, മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി അസൂയ ദിനങ്ങൾ, എല്ലാവർക്കും ഹാപ്പി ജലസി. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ കൊണ്ടു നടക്കുക കേട്ടോ. എല്ലാം പോസിറ്റീവായിട്ട് തന്നെ കാണുക, എല്ലാം പോസിറ്റീവായിട്ട് തന്നെ കൊണ്ടു നടക്കുക. ഒരുപാട് ആളുകളെ പോസസീവായും, ഒരുപാട് ആളുകളുടെ കാര്യങ്ങളിൽ പോസസീവായും, ഒരുപാട് അസൂയ കൊണ്ടും നെഗറ്റീവ് ഇമോഷൻസ് കൊണ്ടും ഡേഞ്ചറസ് ആയ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പോയി വയലൻസ് കാണിക്കാതിരിക്കുക, പോയി ഉപദ്രവിക്കാതിരിക്കുക, ഇമോഷണൽ അബ്യൂസ് കാണിക്കാതിരിക്കുക. ആസിഡ് അറ്റാക്ക് വരെ വരുന്നത് ഈ ജലസിയിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ കുറേ നെഗറ്റീവായിട്ടുള്ള വശങ്ങളുണ്ട്. നമ്മുടെ കൈവിട്ട് പോവാതിരിക്കാൻ നോക്കുക. എപ്പോഴും നമ്മുടെ കുശുമ്പും കുന്നായ്മയൊക്കെ നമ്മുടെ ഒരു വലിയ ബുദ്ധിമുട്ടില്ലാത്ത, ആരെയും അധികം ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ കൊണ്ടുനടക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും സന്തോഷകരമായൊരു ജീവിതം ആശംസിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്.